ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. കുഞ്ഞുങ്ങൾ വാക്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടെന്ന് അമ്മച്ചി വിചാരിക്കുന്നു. വാക്യം പഠിക്കണം. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിൽ കരുതണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ പാതയ്ക്ക് ദീപമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വചനമായിട്ടും നമ്മൾക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വചനം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പഠിക്കാം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അനന്യാസ് ശൗലിനോട് പറയുന്നൊരു വാക്യമാണ് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനന്യാസ് കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കുള്ളത് നമുക്ക് അതിൻ്റെ ആ സംഭവം പഠിക്കുമ്പോൾ, ആ കഥ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ന്റെ 17-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തർസോസുകാരനായ ശൗൽ എന്ന യുവാവ് കർത്താവിൻ്റെ ശിഷ്യന്മാരെ വെറുക്കുകയും അവരേത് വിധത്തിലെങ്കിലും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. യെരുശലേമിൽ അതവൻ ചെയ്തുകൊണ്ടേയിരുന്നു. യെരുശലേമിൽ മാത്രമല്ല, ദമസ്കോസിലുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാരെയും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിച്ച് അത് യെരുശലേമിലെ മൂപ്പന്മാരുടെ അടുത്തും യെരുശലേമിലുള്ള മഹാപുരോഹിതന്മാരുടെ അടുത്തും ചെന്ന് അവരെ പിടിച്ചു കൊണ്ടുവരാനുള്ള അധികാരപത്രവും വാങ്ങി അവൻ അങ്ങനെ ദമസ്കോസിലേക്ക് പോവുകയായിരുന്നു. അവൻ യാത്ര ചെയ്ത് ദമസ്കോസിനടുത്തപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് പറയുന്നൊരു ശബ്ദവും കേട്ടു. നീ ആരാകുന്നു കർത്താവ് എന്ന് അവൻ ചോദിച്ചതിന് മറുപടി കിട്ടി, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും. അവനോട് കൂടി ഉണ്ടായിരുന്നവർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ അവർ അത്ഭുതപ്പെട്ടു. അവർ പ്രയാസപ്പെട്ടു, ഇതെന്ത് എന്നവർ ചിന്തിച്ചു. ശൗൽ എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. കൂടെ ഉണ്ടായിരുന്നവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. കർത്താവ് ദർശനത്തിൽ അവനെ വിളിച്ചു. അവൻ ഉടനെ മറുപടി വിളി കേട്ടു. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് യൂദയുടെ വീട്ടിൽ ചെന്ന് തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവൻ യെരുശലേമിലുള്ള എല്ലാവരെയും ഉപദ്രവിക്കുകയും നിൻ്റെ ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അവന് ഈ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് ദമസ്കോസിലുള്ളവരെയും പിടിച്ചുകെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, നീ പോക. അനന്യാസ് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുസരിച്ച് അവൻ യൂദയുടെ വീട്ടിൽ ചെന്നു. ശൗലിനോട് പറഞ്ഞു, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗലിന് കണ്ണ് കാണാൻ പാടില്ലായിരുന്നല്ലോ. ശൗലിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന് താഴെ വീണു. അവൻ കാഴ്ച പ്രാപിച്ചു. ഉടനെ തന്നെ അവൻ സ്നാനപ്പെട്ടു. അവൻ ആഹാരം കഴിച്ചു. അവന് ശക്തി പ്രാപിച്ചു. മാത്രമല്ല, അവൻ യേശു ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നു. യേശു തന്നെയെന്ന് ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു. ഇത് അവിടെയുള്ള യഹൂദന്മാർക്ക് വളരെ പ്രയാസമായി തീർന്നു. അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അവനെ കൊല്ലുവാൻ രാവും പകലും നഗരഗോപുരങ്ങളിൽ അവർ കാവൽ വെച്ചു. എന്നാൽ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. അവൻ അവിടെ നിന്ന് യെരുശലേമിലേക്ക് എത്തി. എന്നാൽ അവനൊരു കർത്താവിൻ്റെ ശിഷ്യനെന്ന് ആദ്യം അവർ വിശ്വസിച്ചില്ല. കാരണം ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുന്നവരായിട്ടാണല്ലോ ശൗലിനെ അറിയപ്പെടുന്നത്. എന്നാൽ ബർന്നബാസ് ശൗലിനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുപോവുകയും എങ്ങനെ ശൗൽ കർത്താവിനെ കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ മകനായി തീരുവാനും ഇടയായ കാര്യം അറിയിച്ചു. അപ്പോൾ അവർക്ക് സന്തോഷമായി.
പിന്നീട് ശൗൽ യെരൂശലേമിലും യേശു തന്നെ ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചു. അവിടെയും അവനെ കൊല്ലുവാനായിട്ട് അവർ ആലോചിച്ചു. അതറിഞ്ഞ് ശൗലിനെ അവിടെ നിന്ന് കൈസറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ തർസോസിലേക്ക് അയച്ചു. എവിടെയും ശൗൽ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നു. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 9:17 വാക്യം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണൻ ആകേണ്ടനെന്ന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, ആരെയും രക്ഷിപ്പാനായിട്ട് കർത്താവ് ശക്തനാണ്. എത്ര ദുഷ്ടഹൃദയമുള്ളവരെയും രക്ഷിക്കുവാനായിട്ട് കർത്താവിന് ശക്തിയുണ്ട്. കർത്താവ് ശക്തനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അനന്യാസിനോട് പറഞ്ഞു. അനന്യാസ് അതുപോലെ അനുസരിക്കുന്ന അനന്യാസിനെ കാണുവാനായിട്ട് സാധിക്കും. വളരെ ശൗലിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയമാണ്. എന്നാൽ ദൈവം പറഞ്ഞു അതുപോലെ അനന്യാസ് അനുസരിച്ചത് മുഖാന്തരമായിട്ട് ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും അവിടെയുള്ളവർ കർത്താവിൻ്റെ മഹത്വം കാണുന്നതിനും ഇടയായിട്ട് തീർന്നു. മൂന്നാമതായി, ശൗലിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എവിടെയൊക്കെ ചെന്നോ അവിടെയെല്ലാം കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവനായിരുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മുടെ കർത്താവിനെ മറ്റുള്ളവരോട് പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവനെ കൊട്ടയിലാക്കി ഇറക്കി വിടേണ്ട അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ വന്നു എന്നിരുന്നാലും അവൻ ധൈര്യത്തോടുകൂടെ കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ശൗൽ എങ്ങനെ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് തന്ന നിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ട് അവൻ ജീവിച്ചു. അവൻ ഭയപ്പെട്ടില്ല എന്നുള്ളത് നിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലും ഭയമില്ലാതെ കർത്താവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പേരൻസിനെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.